ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ചെറിയൊരു ടൂളിനെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. യൂസ് കങ്കണ്ടനേറ്റ്, അതായത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ മെർജ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ട് ടെക്സ്റ്റുകളൊക്കെ തമ്മിൽ മെർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കങ്കണ്ടനേറ്റ് എന്നുള്ള ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം, ഏതൊക്കെ തരത്തിലാണ് ആ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ എംപ്ലോയി ഐ ഡി ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, അതേപോലെ ലാസ്റ്റ് നെയിം ഉണ്ട്. ഇത് നമുക്ക് ഇത് ചെയ്യണം, അവരെ ഫുൾ നെയിം നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അതിന് നമ്മളിവിടെ രണ്ട് മെത്തേഡാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് കങ്കണ്ടനേറ്റും അതേപോലെ തന്നെ രണ്ട് ആൻഡ് എന്നുള്ള ആംബ്രസെൻ്റ് വെച്ചിട്ടുള്ളൊരു മെത്തേഡുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കങ്കണ്ടനേറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഏത് ഭാഗമാണോ എവിടെയാണോ കാണേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് കങ്കണ്ടനേറ്റ് എന്ന് എഴുതി കൊടുക്കാം. കങ്കണ്ടനേറ്റ്, ഓക്കെ. കങ്കണ്ടനേറ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആദ്യത്തെ സ്ട്രിങ് ഏതാണോ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ സ്പേസ് വരാൻ വേണ്ടിയിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, കോമ ഇട്ടു. അതിനുശേഷം രണ്ടാമത്തെ സ്ട്രിങ് ഏതാണോ അത് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് കോളത്തിലായിട്ട് കിടക്കുന്ന രണ്ട് സ്ട്രിങ്ങുകൾ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ടുണ്ട്, ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് വെച്ചിട്ടും ഇതന്നെ നമുക്ക് ചെയ്യാം. അതപ്പോൾ ആ മെത്തേഡ് എങ്ങനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈക്വൽ ടു എന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ ഒന്നാമത്തെ സ്ട്രിങ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മളൊരു ആംബർസെൻ്റ് ആൻഡ് എന്നുള്ളൊരു സിമ്പിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ആൻഡ് എന്ന് ചേർത്തതിന് ശേഷം നമ്മളിതിൽ രണ്ടാമത്തെ സ്ട്രിങ് ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ഈ രൂപത്തിലും നമുക്ക് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ മെർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഒന്ന് കണ്ടതിന് ശേഷം ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ചെറിയൊരു ഫോർമുലയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഫോർമുലയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫയൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്തിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.